മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി എംകോമിൻ്റെ 2ാം സെമസ്റ്ററിലെ സബ്ജക്റ്റായ അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് അതിലെ 5ാമത്തെ മൊഡ്യൂളായ അക്കൗണ്ടിംഗ് ഫോർ അണ്ടർ റൈറ്റേഴ്സ് അതുമായി ബന്ധപ്പെട്ട് ഡിറ്റർമൈനിങ് ദ ലയബിലിറ്റി ഓഫ് അണ്ടർ റൈറ്റേഴ്സ് അണ്ടർ റൈറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അണ്ടർ റൈറ്റേഴ്സിന് ഉള്ള ലയബിലിറ്റി എത്രത്തോളമുണ്ട്, അത് എങ്ങനെയാണ് കണക്കാക്കുന്നത്, അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ പ്രധാനമായിട്ടും ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് അണ്ടർ റൈറ്റിംഗ് എന്ന് പറഞ്ഞ് ഉള്ളത് കംപ്ലീറ്റ് അണ്ടർ റൈറ്റിംഗ്, പാർഷ്യൽ അണ്ടർ റൈറ്റിംഗ്, ഫേം അണ്ടർ റൈറ്റിംഗ്, പാർഷ്യൽ അണ്ടർ റൈറ്റിംഗ് എലോങ് വിത്ത് ഫേം അണ്ടർ റൈറ്റിംഗ് എന്നിവയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഓരോ കേസിലും അണ്ടർ റൈറ്റേഴ്സിൻ്റെ ലയബിലിറ്റി എത്രത്തോളമുണ്ട് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ തരത്തിലുള്ള അണ്ടർ റൈറ്റിംഗ് ആണ് കംപ്ലീറ്റ് അണ്ടർ റൈറ്റിംഗ്. കംപ്ലീറ്റ് അണ്ടർ റൈറ്റിംഗ് എന്നുള്ള ആ ടൈപ്പ് ഓഫ് അണ്ടർ റൈറ്റിങ്ങിൽ പ്രധാനപ്പെട്ട 2 തരത്തിലാണ് അല്ലെങ്കിൽ 2 രീതിയിലാണ് അണ്ടർ റൈറ്റേഴ്സിൻ്റെ ലയബിലിറ്റി നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കുന്നത്. 2 സിറ്റുവേഷൻസ് അതിലുണ്ട്. അതിൽ ആദ്യത്തെ സിറ്റുവേഷനാണ് ഷെയറിൻ്റെ അല്ലെങ്കിൽ ഡിബഞ്ചറിൻ്റെ മുഴുവൻ ഇഷ്യൂവും അണ്ടർ റൈറ്റ് ചെയ്തിരിക്കുന്നത് ഒരേ ഒരു അണ്ടർ റൈറ്റർ ആണെങ്കിൽ എങ്ങനെയാണ് ആ അണ്ടർ റൈറ്ററുടെ ലയബിലിറ്റി കണ്ടുപിടിക്കുന്നത്. അതാണ് ഒന്നാമത്തെ കേസ്, ഒന്നാമത്തെ സിറ്റുവേഷൻ. രണ്ടാമത്തെ സിറ്റുവേഷനാണ് ഷെയർസ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സിൻ്റെ മുഴുവൻ ഇഷ്യൂവും അണ്ടർ റൈറ്റ് ചെയ്തിരിക്കുന്നത് 2 അതിൽ അധികമോ അണ്ടർ റൈറ്റേഴ്സ് ചേർന്നുകൊണ്ടാണെങ്കിൽ എങ്ങനെയാണ് ഓരോ അണ്ടർ റൈറ്ററുടെയും ലയബിലിറ്റി കണ്ടുപിടിക്കുന്നത്. അങ്ങനെ 2 സിറ്റുവേഷൻസാണ് കംപ്ലീറ്റ് അണ്ടർ റൈറ്റിംഗ് എന്ന ഫസ്റ്റ് ടൈപ്പ് ഓഫ് അണ്ടർ റൈറ്റിങ്ങിൽ ഉള്ളത്. അതിൽ ആദ്യത്തെ കേസാണ് ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞു പ്രധാനപ്പെട്ട 4 തരത്തിലാണ് അണ്ടർ റൈറ്റിംഗ് ഉള്ളത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് കംപ്ലീറ്റ് അണ്ടർ റൈറ്റിംഗ്. അതിൽ തന്നെ 2 സിറ്റുവേഷൻസ് ഉണ്ട് അണ്ടർ റൈറ്ററുടെ ലയബിലിറ്റി കണ്ടുപിടിക്കാൻ. അതിൽ ഒന്നാമത്തെ കേസ് സിറ്റുവേഷനാണ് ഷെയറിൻ്റെ അല്ലെങ്കിൽ ഡിബഞ്ചറിൻ്റെ മുഴുവൻ ഇഷ്യൂവും അണ്ടർ റൈറ്റ് ചെയ്തിരിക്കുന്നത് ഒരേ ഒരു അണ്ടർ റൈറ്റർ ആണെങ്കിൽ. അതാണ് ഒന്നാമത്തെ കേസ് അല്ലെങ്കിൽ ഒന്നാമത്തെ സിറ്റുവേഷൻ. ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം അനുസരിച്ച് കമ്പനി പബ്ലിക്കിന് ഓഫർ ചെയ്യുന്ന ഷെയറുകൾ അല്ലെങ്കിൽ ഡിബഞ്ചറുകൾ അതിൽ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യാത്ത അല്ലെങ്കിൽ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യാതെ അവിടെ അവശേഷിക്കുന്ന ബാക്കി മുഴുവൻ ഷെയറുകളും അല്ലെങ്കിൽ മുഴുവൻ ഡിബഞ്ചറുകളും ഈ ഒരു സിറ്റുവേഷനിൽ അണ്ടർ റൈറ്റ് ഏറ്റെടുക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ അദ്ദേഹം അത് വാങ്ങേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഒരേ ഒരു അണ്ടർ റൈറ്ററാണ് കമ്പനിയുടെ മുഴുവൻ ഷെയർസും അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സും അണ്ടർ റൈറ്റ് ചെയ്യുന്നത് എങ്കിൽ ആ കമ്പനി പബ്ലിക്കിന് ഓഫർ ചെയ്യുന്ന ഷെയർസ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് അതിൽ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യാത്ത അല്ലെങ്കിൽ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യാതെ അവിടെ മിച്ചം വരുന്ന ബാക്കി മുഴുവൻ ഷെയറുകളും ബാക്കി മുഴുവൻ ഡിബഞ്ചറുകളും ഈ പറയുന്ന അണ്ടർ റൈറ്റർ
വാങ്ങേണ്ടതായിട്ട് വരും, അദ്ദേഹം ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഷെയർ ആപ്ലിക്കേഷൻ കമ്പനിക്ക് ലഭിച്ചത് അണ്ടർ റൈറ്റർ മുഖാന്തരമാണോ അല്ലെങ്കിൽ കമ്പനിയിലോട്ട് നേരിട്ടാണോ ഷെയർ വാങ്ങുന്നതിനുള്ള അപേക്ഷ ഷെയർ ആപ്ലിക്കേഷൻ കിട്ടിയത് എന്നുള്ള കാര്യം അതിവിടെ പ്രസക്തം അല്ല. ഷെയർ വാങ്ങുന്നതിനുള്ള അപേക്ഷ കമ്പനിക്ക് അണ്ടർ റൈറ്റ് മുഖാന്തരമാണെങ്കിലും അല്ലെങ്കിൽ കമ്പനിക്കത് നേരിട്ടാണ് കിട്ടിയത് എങ്കിലും അക്കാര്യം ഈ ഒരു സിറ്റുവേഷനിൽ അത് റെലവൻ്റ് അല്ല, അത് പ്രസക്തമല്ല. ഇത്തരം സിറ്റുവേഷനിൽ അണ്ടർ റൈറ്ററുടെ ലയബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കുന്നത് കമ്പനി പബ്ലിക്കിന് ഓഫർ ചെയ്ത ടോട്ടൽ ഷെയർസ് അല്ലെങ്കിൽ ടോട്ടൽ ഡിബഞ്ചേഴ്സ്, അതിൽ നിന്നും കമ്പനിയുടെ ഷെയറുകൾ അല്ലെങ്കിൽ ഡിബഞ്ചറുകൾ വാങ്ങുന്നതിന് വേണ്ടി കമ്പനിക്ക് ലഭിച്ച ടോട്ടൽ ആപ്ലിക്കേഷൻസ് ലെസ് ചെയ്യുന്നു. ബാക്കി മിച്ചം അവശേഷിക്കുന്നതാണ്, ബാക്കി മിച്ചം വരുന്നതാണ് ഈ ഒരു കേസിൽ ആ അണ്ടർ റൈറ്ററുടെ ലയബിലിറ്റി എന്ന് പറയുന്നത്. ഒരുപക്ഷെ കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഷെയറുകൾ ഓവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാം. കമ്പനി ഓഫർ ചെയ്യുന്ന ഷെയറുകളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ ഷെയറുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഉള്ള അപേക്ഷ ഒരുപക്ഷെ കമ്പനിക്ക് ലഭിച്ചേക്കാം. നമ്മളൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ കമ്പനി 10,000 ഷെയറാണ് അപേക്ഷ ക്ഷണിച്ചത് എന്ന് വിചാരിക്കുക. പക്ഷേ 12,000 ഷെയറുകൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ കമ്പനിക്ക് ലഭിച്ചാൽ അവിടെ 2,000 ഷെയറിനുള്ള അപേക്ഷ അധികമാണ്. അങ്ങനെ ഓവർ സബ്സ്ക്രിപ്ഷൻ ഓഫ് ഷെയർസ് അവിടെ സംഭവിച്ചാലും അല്ലെങ്കിൽ കമ്പനി ഇഷ്യൂ ചെയ്ത മുഴുവൻ ഷെയറുകളും അത് പൂർണ്ണമായിട്ടും അത് ഫുള്ളി സബ്സ്ക്രൈബ് ചെയ്താലും ഈ പറയുന്ന രണ്ട് സാഹചര്യത്തിൽ അണ്ടർ റൈറ്ററിന് യാതൊരു തരത്തിലുള്ള ലയബിലിറ്റിയും ഇവിടെ ഉണ്ടാകുന്നില്ല. കാരണം കമ്പനി പബ്ലിക്കിന് ഓഫർ ചെയ്ത ഷെയറുകളെക്കാൾ കൂടുതൽ അപേക്ഷ ലഭിക്കുമ്പോൾ മിനിമം സബ്സ്ക്രിപ്ഷൻ എന്നുള്ള ആ ഒരു കടമ്പ കമ്പനിക്ക് നിഷ്പ്രയാസം കടന്നു കിട്ടാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ കമ്പനി ഇഷ്യൂ ചെയ്ത മുഴുവൻ ഷെയറുകളും വാങ്ങുന്നതിനുള്ള അപേക്ഷ കമ്പനിക്ക് ലഭിക്കുമ്പോഴും മിനിമം സബ്സ്ക്രിപ്ഷൻ എന്നുള്ള ആ ഒരു കടമ്പ കമ്പനിക്ക് നിഷ്പ്രയാസം കടന്നു കിട്ടാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന രണ്ട് സന്ദർഭത്തിലും അണ്ടർ റൈറ്ററിന് ഇവിടെ യാതൊരു തരത്തിലുള്ള ലയബിലിറ്റിയും ഉണ്ടാകുന്നില്ല. അവിടെ ബാക്കി ഷെയറുകളൊന്നും അവിടെ മിച്ചം വരാത്തതുകൊണ്ട് ആ ഷെയറുകളോ അല്ലെങ്കിൽ ഡിബഞ്ചറുകളോ അണ്ടർ റൈറ്റർ ഏറ്റെടുക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. അതുകൊണ്ട് തന്നെ അണ്ടർ റൈറ്ററിന് ഈ പറയുന്ന ഓവർ സബ്സ്ക്രിപ്ഷൻ ഓഫ് ഷെയർസ് അതുപോലെ ഫുള്ളി സബ്സ്ക്രിപ്ഷൻ ഓഫ് ഷെയർസ് ഈ പറയുന്ന രണ്ട് സാഹചര്യത്തിലും അവിടെ ഒരു തരത്തിലുള്ള ലയബിലിറ്റിയും അദ്ദേഹത്തിന് അവിടെ ഉണ്ടാകുന്നില്ല. അവിടെ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യാതെ അവിടെ ബാക്കി വന്ന ഷെയറുകളൊന്നും അണ്ടർ റൈറ്റർ ഏറ്റെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്നാൽ ഇദ്ദേഹത്തിന് കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഷെയറുകളുടെ അല്ലെങ്കിൽ ഡിബഞ്ചറുകളുടെ ടോട്ടൽ ഇഷ്യൂ പ്രൈസിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിന് ലഭിക്കാനുള്ള കമ്മീഷൻ അത് ലഭിക്കുന്നതിനുള്ള അർഹത അണ്ടർ റൈറ്ററിന് ഉണ്ട്. ഇവിടെ അണ്ടർ റൈറ്റർ മിച്ചം വന്ന ഷെയറുകളൊന്നും ഏറ്റെടുത്തിട്ടില്ല എങ്കിലും കമ്പനി ഇഷ്യൂ ചെയ്ത ഷെയറുകളുടെ അല്ലെങ്കിൽ ഡിബഞ്ചറുകളുടെ ടോട്ടൽ ഇഷ്യൂ പ്രൈസിൻ്റെ ഒരു നിശ്ചിത ശതമാനമാണ് അണ്ടർ റൈറ്ററുടെ കമ്മീഷനായിട്ട് സാധാരണ കൊടുക്കുന്നത്. ആ
കമ്മീഷൻ ഈ പറയുന്ന 2 സാഹചര്യത്തിലും ഇദ്ദേഹത്തിന് ആ കമ്മീഷൻ ലഭിക്കുന്നതിനുള്ള അർഹതയുണ്ട്. അണ്ടർ റൈറ്റർ ഇവിടെ ഷെയർ അല്ലെങ്കിൽ ഡിബഞ്ചർ ഒന്നും ഏറ്റെടുത്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ലഭിക്കാനുള്ള കമ്മീഷൻ അത് കൊടുക്കാതെ ഇരിക്കാനായിട്ട് കമ്പനിക്ക് അധികാരമില്ല, അല്ലെങ്കിൽ കമ്പനിക്ക് അതിനുള്ള അവകാശമില്ല. കമ്പനി ഇഷ്യൂ ചെയ്ത ഷെയറുകളുടെ അല്ലെങ്കിൽ ഡിബഞ്ചറുകളുടെ ടോട്ടൽ ഇഷ്യൂ പ്രൈസിന്മേൽ അണ്ടർ റൈറ്റിംഗ് എഗ്രിമെൻ്റ് അനുസരിച്ച് എത്ര ശതമാനമാണോ കമ്മീഷൻ അദ്ദേഹത്തിന് കൊടുക്കാമെന്ന് എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്, ആ കമ്മീഷൻ ഈ പറയുന്ന 2 സാഹചര്യത്തിലും കമ്പനി അണ്ടർ റൈറ്ററിന് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. എന്നാൽ ഫേം അണ്ടർ റൈറ്റിംഗ് എന്നുള്ള ടൈപ്പ് ഓഫ് എഗ്രിമെൻ്റ് അനുസരിച്ച് അണ്ടർ റൈറ്റിംഗ് എഗ്രിമെൻ്റ് അനുസരിച്ച് ഇദ്ദേഹം അഡീഷണലായിട്ട് അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു ഡെഫിനിറ്റ് നമ്പർ ഓഫ് ഷെയർസ് ഇതിന് പുറമേ അദ്ദേഹം വാങ്ങാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഷെയർസ് അണ്ടർ റൈറ്റർ നിർബന്ധമായിട്ടും വാങ്ങിച്ചിരിക്കണം. സാധാരണ ഉള്ള കംപ്ലീറ്റ് അണ്ടർ റൈറ്റിംഗ് അല്ലെങ്കിൽ സാധാരണ അണ്ടർ റൈറ്റിങ്ങിൽ ഇത്ര പബ്ലിക് വാങ്ങാത്ത ഷെയറുകൾ ഞങ്ങൾ വാങ്ങിച്ചോളാം, അല്ലെങ്കിൽ മിനിമം സബ്സ്ക്രിപ്ഷൻ നേടുന്നതിന് ഇനി എത്ര ഷെയറുകളാണോ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് അത്രയും ഷെയറുകൾ ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് മിനിമം സബ്സ്ക്രിപ്ഷൻ ഉറപ്പാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അണ്ടർ റൈറ്റർ കമ്പനിയുമായിട്ട് ഒരു അണ്ടർ റൈറ്റിംഗ് എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നത്. അപ്പോൾ ഫേം അണ്ടർ റൈറ്റിംഗ് എന്നുള്ള തരത്തിലുള്ള അണ്ടർ റൈറ്റിംഗ് എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ ആ ടൈപ്പ് ഓഫ് അണ്ടർ റൈറ്റിംഗ് എഗ്രിമെൻറ്റ് അനുസരിച്ച് ഈ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഷെയർസ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് അല്ലാതെ ഒരു ഡെഫിനിറ്റ് നമ്പർ ഓഫ് ഷെയർസ് ഇത് കൂടാതെ വാങ്ങിച്ചോളാം എന്നൊരു വാഗ്ദാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓഫർ അണ്ടർ റൈറ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഷെയറുകൾ അല്ലെങ്കിൽ ആ ഡിബഞ്ചറുകൾ നിർബന്ധമായിട്ടും അണ്ടർ റൈറ്റർ വാങ്ങിച്ചിരിക്കണം, അല്ലെങ്കിൽ ആ ഷെയറുകൾ അല്ലെങ്കിൽ ഡിബഞ്ചറുകൾ അണ്ടർ റൈറ്റർ ഏറ്റെടുത്തിരിക്കണം. ഫേം അണ്ടർ റൈറ്റിംഗ് എന്താണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. അണ്ടർ റൈറ്റിംഗ് എഗ്രിമെൻറ്റിൽ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ ഷെയർസ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സിന് പുറമേ ഇൻ അഡീഷൻ അതിന് പുറമേ അധികമായിട്ട് ഒരു ഡെഫിനിറ്റ് നമ്പർ ഓഫ് ഷെയർസ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് വാങ്ങാമെന്ന് അണ്ടർ റൈറ്റർ കമ്പനിയുമായിട്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി സമ്മതിച്ചാൽ അതിനെയാണ് ഫേം അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഫേം അണ്ടർ റൈറ്റിങ്ങിൽ ഏർപ്പെടുന്നത് കൊണ്ടുള്ള പ്രധാനപ്പെട്ട മെച്ചം എന്താണെന്ന് വെച്ചാൽ ഷെയറുകളുടെ അല്ലെങ്കിൽ ഡിബഞ്ചറുകളുടെ ഓവർ സബ്സ്ക്രിപ്ഷൻ ഓഫ് അവിടെ സംഭവിച്ചാൽ ജനറൽ പബ്ലിക്കിനേക്കാൾ മുൻഗണന അണ്ടർ റൈറ്റേഴ്സിന് ലഭിക്കും. അണ്ടർ റൈറ്റേഴ്സിന് അവർ അധികമായിട്ട് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ ഷെയറുകൾ കൊടുത്തതിന് ശേഷം ബാക്കി മിച്ചം വരുന്നത് ആയിരിക്കും ജനറൽ പബ്ലിക്കിന് കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ ഓവർ സബ്സ്ക്രിപ്ഷൻ ഓഫ് ഷെയർസ് സംഭവിച്ചാലും ഇൻ അഡീഷൻ അധികമായിട്ട് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ ഷെയർസ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് അത് നിർബന്ധമായിട്ടും അണ്ടർ റൈറ്റർ ഏറ്റെടുത്തിരിക്കണം. അതിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും അതിൽ അണ്ടർ റൈറ്റർ ചെയ്യാനായിട്ട് പാടില്ല.